വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന് വായ്പയായി നൽകിയ 529 കോടി രൂപ കേന്ദ്ര ധനസഹായമാണെന്നും ഇതുവരെ ചെലവഴിച്ചിട്ടില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയും കേന്ദ്രമന്ത്രി നടത്തി. അടൂർ പ്രകാശ് എം പി ലോക്സഭയിൽ രേഖാമൂലം ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര അവഗണന വീണ്ടും വ്യക്തമാകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചത്. ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ടവരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ സെപ്റ്റംബർ 10-നകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് അന്ത്യശാസനം നൽകിയിരുന്നു. കേന്ദ്രം 4 ആഴ്ച സമയം ചോദിച്ചപ്പോഴായിരുന്നു ഹൈക്കോടതി അവസാന അവസരം നൽകിയത്. ദുരിതബാധിതരുടെ വായ്പ കേരള ബാങ്ക് എഴുതിത്തള്ളിയിരുന്നു. ഇതേ രീതിയിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് വായ്പ എഴുതിത്തള്ളിക്കൂടാ എന്നും ഹൈക്കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ഓണത്തിന് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര നിലപാടും അവഗണനയും വ്യക്തമാക്കുന്ന ധനകാര്യ സഹമന്ത്രിയുടെ മറുപടി. വയനാടിന് 1 രൂപ പോലും കേന്ദ്ര സഹായം നൽകാതെ തിരിച്ചടവ് വായ്പയായി 529 കോടി മാത്രമാണ് ഇതുവരെ അനുവദിച്ചത്. എന്നാൽ ഇത് കേന്ദ്ര സഹായമായി തന്ന തുകയാണെന്നും ഇവ ഇതുവരെ ചെലവഴിച്ചില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയും കേന്ദ്രമന്ത്രി നൽകി. വയനാട്ടിൽ പുതിയ ടൗൺഷിപ്പിനായി തറക്കല്ലിടൽ ഉൾപ്പെടെ നടത്തി നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി എന്നതും ശ്രദ്ധേയം. കൈരളി ന്യൂസ്, ദില്ലി.